ഹലോ, ഇത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാത്തൊരു വ്ളോഗാട്ടോ. നേരത്തെ ഞാൻ ഇട്ട വ്ളോഗിനകത്ത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ടു ബി കണ്ടിന്യൂഡ്. ഇതാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ. അതായത് ദുവാമിയുടെ സീരിയൽ ലൊക്കേഷനിൽ ഫസ്റ്റ് 2 ഡേയ്സ്, അതായത് അവൾ അന്ന് ജോയിൻ ചെയ്ത ആ ഒരു 2 ദിവസത്തെ കുറച്ച് സംഭവങ്ങൾ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വ്ളോഗ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ശരിക്കും അവൾക്കൊരു മെമ്മറി ആയിട്ട് ഇതിങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് അവളിത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കില്ലേ. ഇത് സംഭവം ദുവാമി ലൊക്കേഷനിൽ കൊണ്ടുപോയ സമയത്ത് പോളോയും ഉണ്ട്, അതായത് എൻ്റെ ഷിറ്റ്സു, അവനും അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ അവിടെ എൻജോയ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. പിന്നെ ഷോട്ടിൻ്റെ ആ ഒരു ബ്രേക്ക് ടൈമിൽ പോളോയും ഭയങ്കരമായിട്ട് ടയേർഡാവും. അവനും ഇതൊന്നും ശീലമില്ലല്ലോ, ട്രാവലിങ്ങും ഷൂട്ടിങ്ങും ഒന്നും. അപ്പോൾ 3 പേരും കിടന്നുറക്കമായിരിക്കും ആ ഒരു ബ്രേക്ക് ടൈമിൽ, അതായത് പോളോയും ഹസറും ദുവാമിയും. അന്ന് അധികം ആർട്ടിസ്റ്റുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, പുതിയ ലൊക്കേഷനല്ലേ. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് വരാൻ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് ആദ്യത്തെ ദിവസം ഞാൻ എല്ലാവരെയും ഒന്നും കവർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു 9 months പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് ദുവാമി ഫസ്റ്റ് സീനിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് ചെയ്യുന്നത് സുധീഷാണ്. നമ്മുടെ മോളുടെ റൈറ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ കോസ്റ്റ്യൂമർ വിഷ്ണു. കുറച്ച് ദിവസം മാത്രമേ അവൾ അങ്ങനെ അടുപ്പിച്ച് മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അവൾ വിത്തൗട്ട് മേക്കപ്പിലാണ് അഭിനയിക്കുന്നത്. പിന്നീടെല്ലാം ഷടപടേ എന്നായിരുന്നു. പിന്നീട് നമ്മുടെ ഹെയർ ഡ്രസ്സർ ബോബി ചേച്ചി വന്ന് ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഒരു ലുക്ക് വൈസ് അവർക്ക് ഇങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. ഒരു സ്ട്രെയിറ്റ് ഹെയറും ഒരു ഫ്രണ്ടിലിങ്ങനെ ഫ്രിഞ്ചസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുട്ടി. അതാണ് നമ്മുടെ ചിപ്പി റെഡി ആയിരിക്കുകയാണ്. ഇനി വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ചില ഷോർട്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. കാരണം ഒന്നാമത് മൈക്ക് ഉണ്ടായിരുന്നില്ല, 2 എന്ന് പറഞ്ഞാൽ അവിടെ ലൊക്കേഷനിലുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ. അതുകൊണ്ടാണ് ഈ വ്ലോഗ് മിക്കവാറും മൊത്തം ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. ഇതാണ് എൻ്റെ ദുവാമിയും പോളോയും കൂടെ അഭിനയിക്കുന്ന ആദ്യത്തെ ഷോട്ട്. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നൊരു സന്തോഷമുണ്ടല്ലോ. അയ്യോ, ഞാൻ ചെയ്തിരുന്നൊരു കാര്യം ഇന്ന് എൻ്റെ മോള് ചെയ്യുന്നു, കൂടെ എൻ്റെ പപ്പിയും. അതൊക്കെ എൻ്റെ ബോണസാണ് എൻ്റെ ലൈഫിൽ. ഇത് ഒരു ഫ്രീ ടൈമിൽ പോളോയോ ഒന്ന് ചുമ്മാ കറക്കാനായിട്ട്, അവനൊന്ന് സൂസ് വെക്കണമെങ്കിലൊക്കെ അതിനായിട്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ടിറങ്ങുന്നതാണ്. പിന്നെ ദുവാമി അവിടെ നിന്നിട്ട് അവളുടെ ഷോ ഓഫ്. രാത്രി ഞങ്ങൾ ഇങ്ങനെ കേട്ടോ കിടന്നു. അപ്പോൾ അങ്ങനെ ആ ഡേ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസത്തെ കാണാം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്താണെന്ന് ഞാനിപ്പോൾ വഴിയെ പറയാം. ആൻഡ് ഇന്ന് വേണ്ടുന്ന ആൾ അവിടെ ഇപ്പോഴും ഉറക്കുക. ഞാൻ രാവിലെ എണീപ്പിച്ചു. അവള് ഫ്രഷായി. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഒന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ടയേർഡായിട്ടുണ്ട് ദുവ. അങ്ങനെ ഇപ്പം ദുവാമി ബാക്കി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അസറിനെ എങ്ങനെയെങ്കിലും ഞാൻ ഉന്തി തള്ളി കുളിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ പോളോ ഇവിടെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നും പറഞ്ഞിട്ട് തപ്പി നടപ്പുണ്ട്. ഇപ്പോൾ പോലോ ബോയ്, ഞാൻ ഇന്നത്തെ ഓരോ സ്റ്റെപ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് എത്രത്തോളം ഓൺ വോയിസ് അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പറ്റുന്നത് ഞാൻ ചെയ്ത് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബട്ട് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അത് നിങ്ങളും കൂടി കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണാം. ബൈ. കുഞ്ചു മുടിയൊക്കെ കെട്ടിത്തരട്ടെ. വായോ വണ്ടി വരാനൊന്നുമില്ല, വണ്ടി ഉണ്ട്. വാ എന്നിട്ട് മക്കൾക്ക് കുറച്ച് സമയം ഞാൻ ഉറങ്ങാൻ തരാം. വായോ മക്കളെ. മോനെ ദുവാമി പൊന്നൂസേ വാ. അയ്യേ, യൂട്യൂബിലാണ് നോക്കി. അപ്പം ഒരു കുട്ടിയാണോ? എല്ലാവരും ഭയങ്കര ക്യൂട്ട് നാപ്പ് എടുത്തുകൊണ്ടിരിക്കുക. പോളോ കിട്ടിയ സമയം പോളോ കിടന്നുറങ്ങുന്നുണ്ട്, ദുവാമ കിടന്നുറങ്ങുന്നുണ്ട്. അസറിന് ഉന്തി തള്ളി ഞാൻ ഫ്രഷ് ആവാനായിട്ട് വിട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഇറങ്ങുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല.
എനിക്ക് തോന്നുന്നു 5:45 ഒക്കെ ആയിട്ടുണ്ടാവും. ബാക്കി വഴിയെ കാണാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന്. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇതാണ് ദുവാമിയുടെ മെയിൻ ഷൂട്ട് ഡേ. നേരത്തെ ഒരൊറ്റ സിംഗിൾ സീനങ്ങാണ്ടേ ആദ്യത്തെ ദിവസം എടുത്തുള്ളൂ. ഇതായിരുന്നു ഫസ്റ്റ് മുതലേ, പൂജ ടൈം മുതലേ ദുവാമി അഭിനയിച്ച് തുടങ്ങുന്ന മെയിൻ ഡേ. അതായിരുന്നു ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞത്. ആദ്യത്തെ സമയത്ത് അവൾക്ക് അധികം അറിയില്ലല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നാലും അവൾ ഒപ്പിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ച അത്ര അവൾ പതറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അവൾ നൈസ്ലി അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നത് പോളോയെ ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു. കാരണം അവനും അറിയില്ല. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ അസർണിയാണ്. ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് ഓടി വരും പാവം. ഫുൾ വ്ലോഗ് ഞാൻ ഉടനെ ഇടാം കേട്ടോ. അതായത് അവളുടെ ലൊക്കേഷനിലുള്ള ഒരു ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഉടൻ തന്നെ ഇടാം. ഇതാണ് നമ്മുടെ ഡയറക്ടർ മോഹൻ കുപ്ലേരി സർ. അപ്പോൾ ഫുൾ വ്ലോഗ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ അന്നേരം എടുത്തു വെച്ച കുറച്ച് ഷോർട്സ് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സീൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ സ്ഥലം വിട്ടു. അവൻ്റെ ഫ്രീ ടൈമിലെല്ലാം അവനെ കാറി കയറ്റി. പിന്നെ അവൻ ഇതേപോലെ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ്, എൻ്റെ വയറ്റിൽ ഇങ്ങനെ കിടന്നുറങ്ങും. നമ്മൾ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്ന പോലെ തന്നെയാണ് കൂർക്കം വലിച്ചൊക്കെ കിടന്നുറങ്ങും. പിന്നെ അവൻ ഷിറ്റ്സു ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിങ്ങനെ കൊഞ്ചിച്ചിട്ട് പോവും. ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടൊക്കെ പോവും. പിന്നെ അന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ദുവാമിയെ കൊണ്ടുപോയി ദുവാമിയുടെ ഫേവറേറ്റ് ബ്രൗണി സിസ്ലേഴ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഹാപ്പിയാക്കി. കാരണം അവൾക്കിതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, അവൾ അതുകൊണ്ട് ഹാപ്പിയാക്കി വിട്ടു. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുള്ളത്. ഇതായിരുന്നു ദുവാമിയുടെ ഫസ്റ്റ് ഡേ ഇൻ ലൊക്കേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ അഭിപ്രായം അറിയിക്കുക. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി, ദുവാമി ഡബ്ബിങ് ട്രൈ ചെയ്തു കേട്ടോ. ആ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ആദുവിനെ കണ്ടായിരുന്നു. അതെൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു 2 months എന്തോ ആയ സമയത്ത് നമ്മൾ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയ സമയത്ത് എടുത്തൊരു ക്ലിപ്പാട്ടോ അത്. ദുവാമിയുടെ വോയിസ് ടെസ്റ്റിന് പോയതായിരുന്നു ഞങ്ങൾ. പക്ഷേ അന്ന് പിന്നെ നമ്മൾ ഡബ്ബിങ് കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പം നമുക്ക് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. എന്തായാലും എല്ലാം ശുഭമായി കഴിഞ്ഞു. ടെലികാസ്റ്റ് തുടങ്ങി, ഇപ്പോൾ 1 year ആയി, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ചിരിക്കുന്നത് അവളുടെ എപ്പിസോഡ് ആദ്യമായിട്ട് കണ്ട സമയത്തുള്ളൊരു ചിരിയാണ്. ഈ കാണുന്നത് അവരുടെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു BTS വീഡിയോ ആട്ടോ. ഇതുവരെ അവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇത് അവളുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ സീരിയൽ കാണാത്തവരൊക്കെ കാണുക. ഇഷ്ടം മാത്രം ഏഷ്യാനെറ്റിൽ രാത്രി 8 മണിക്ക്, പിന്നെ ജിയോ സ്റ്റാറിലും ഉണ്ട് കേട്ടോ. ആൻഡ് ഇതൊക്കെ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഈ ബസ്സിലൊക്കെ അവളുടെ ഫ്ലെക്സ് ഇങ്ങനെ കാണുക, എല്ലാ മൊമെൻറ്റ്സും പറ്റുന്നതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു ബ്യൂട്ടിഫുൾ വ്ലോഗായിട്ട് വരാം കേട്ടോ. ബൈ.